സ്വന്തം രാജ്യത്ത് സൈന്യത്തെ ഇറക്കി ആൾക്കാരെ നേരിടാനുള്ള അല്ലെങ്കിൽ മറ്റു ഭരണങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കം ട്രംപ് തുടങ്ങിയപ്പോൾ തന്നെ കോടതി പറഞ്ഞതാണ് സൈന്യത്തെ ഇനി ഇറക്കാൻ ട്രംപിന് അധികാരമില്ല. എന്നാൽ അതിനെയും മറികടന്നുകൊണ്ട് ഇപ്പോഴിത് പൂർണ്ണ ശക്തിയിൽ തിരിച്ചടിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുകയാണ്. പോർട്ട്ലാൻഡിലാണ് ഇപ്പോൾ ആവശ്യമെങ്കിൽ അമേരിക്ക പൂർണ്ണ ശക്തി ഉപയോഗിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഓറിഗൻ പോർട്ട്ലാൻഡ് നഗരത്തിൽ ആവശ്യമെങ്കിൽ ഫുൾ ഫോഴ്സ് പ്രയോഗിക്കാൻ സൈന്യത്തിന് അനുമതി നൽകിയതായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ആഭ്യന്തര കലാപ സാധ്യത പരിഗണിച്ച് ഓറിഗനിലേക്ക് സൈന്യത്തെ അയക്കാൻ പ്രതിരോധ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ നടപടി എന്നുള്ളത് ട്രംപ് വ്യക്തമാക്കുന്നു. ഈ ഉത്തരവ് പെന്റഗണിലെ പല ഉദ്യോഗസ്ഥരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ആഭ്യന്തര നിയമങ്ങൾ നടപ്പിലാക്കാൻ ഫെഡറൽ സൈന്യത്തെ ഉപയോഗിക്കുന്നതിൽ നിന്ന് പ്രസിഡന്റിനെ പൊതുവെ വിലക്കുന്ന 1878 പോസ്റ്റ് കോമിറ്റാറ്റസ് ആക്ട് ഉൾപ്പെടെയുള്ള നിയമപരമായിട്ടുള്ള സാധുതകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഫെഡറൽ ഏജന്റുമാരുടെ സാന്നിധ്യം നഗരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്നും പോർട്ട്ലാൻഡ് മേയർ കീത്ത് വിൽസൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമത്തിൽ വീഴരുതെന്ന് സെനറ്റർ ജെഫ് മെർക്ലി ഡെമോക്രാറ്റ് നഗരവാസികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ സംഘർഷമുണ്ടാക്കരുത്, കലാപത്തിലേക്ക് പോകരുത്. അങ്ങനെയാണെങ്കിൽ ട്രംപിനത് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിലേക്ക് നയിക്കുമെന്നാണ് പ്രധാനമായും ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. നേരത്തെയും ട്രംപ് ഇതുപോലെ സൈന്യത്തെ ഇറക്കി പല സ്റ്റേറ്റുകളും പിടിച്ചെടുക്കാനുള്ള ശ്രമം അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് സൈന്യത്തിന് പൂർണ്ണ ശക്തി കൊടുത്തുകൊണ്ട് സമ്പൂർണ്ണമായി തിരിച്ചടിക്കാനാണ് ട്രംപിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.